ഉപ്പേരി ഉണ്ടാക്കാൻ വിചാരിച്ചു. അപ്പോൾ ആ ചേനൻ്റെ ഇല നല്ല ഇളയ ഇല ഞാൻ പോയി പൊട്ടിച്ചിട്ട് വന്നതാണ്. എന്നിട്ട് കുഞ്ഞിതാക്കി നല്ല അരിഞ്ഞെടുത്തിക്കണ്. അതൊന്നും കാണിച്ചില്ല. അന്ന് വീഡിയോ വലിയ വീഡിയോ ആകും. എന്നിട്ട് നല്ല കട്ടിയുള്ളൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുക. വെളിച്ചെണ്ണ തണുപ്പോണ്ടാ തോന്നുന്നിട്ടാ നല്ല നെയ്യ് പോലെ ആയിക്കണ്. എന്നിട്ട് അരി ഉഴുന്ന് നമ്മൾ ചോറ് വെക്കണ അരി ഉഴുന്നും കൂടെ ഇട്ട് കൊടുക്കുക. അത് നല്ല പൊട്ടിപ്പൊരിഞ്ഞ് വന്നതിന് ശേഷം 2-3 ഉണക്കമുളക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. കടുക് ഇടണവർക്ക് ഇടാൻ ഞാൻ ഇട്ടിട്ടില്ല. പിന്നെ അതിൻ്റെ ശേഷം ഒരു വലിയ സവാള എടുത്തിട്ട് നല്ല വഴറ്റി മൂപ്പിച്ചതിൻ്റെ ശേഷം നമ്മൾ തേങ്ങ ഒതുക്കിയിട്ട് ഈ എണ്ണയിൽ തന്നെ ഇട്ട് കൊടുക്കണം. എന്നിട്ട് വേണം ഇട്ട് കൊടുക്കാൻ. അപ്പോൾ തേങ്ങയിൽ വന്നിട്ട് തേങ്ങ, ചെറിയ ജീരകം, ഇഞ്ചി, 2 മണി കുരുമുളക് അത് ഇട്ടിട്ടൊന്ന് ചതച്ചിട്ട് വന്നതാണ്. എന്നിട്ട് 2 കറിവേപ്പില. അപ്പോൾ അതൊന്ന് അതിലിട്ട് കൊടുത്തിട്ട് ആ എണ്ണയിൽ തന്നെ കിടന്ന് ഒന്ന് വഴറ്റിയതിൻ്റെ ശേഷം നമുക്ക് ഈ ചേനൻ്റെ ഇല കൊണ്ടിട്ട് കൊടുക്കുക. അപ്പോൾ തേങ്ങയിൽ എന്തൊക്കെയാണെന്ന് മനസ്സിലായില്ലേ? കുരുമുളക്, ഇഞ്ചി, ചെറിയ ജീരകം, 2 പച്ചമുളക് അത് ഇട്ടിട്ട് ഒന്ന് ചതച്ചാൽ മതി കേട്ടോ. എന്നിട്ട് നമ്മൾ പിന്നെ ഈ ഇല ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് ഉപ്പിട്ടിട്ട് ലേശം പുളി വെള്ളം ഒഴിച്ചു കൊടുക്കുക. അത് എന്താണെന്ന് വെച്ചാൽ ചൊറിയൊന്നും പേടിയുള്ളവർക്ക് ഈ പുളിൻ്റെ തട്ടുമ്പോൾ പുളി തട്ടി എന്തായാലും ചൊറിയൂല. അപ്പോൾ പേടിയുള്ളവർ അങ്ങനെ ചെയ്യുക. എന്നിട്ട് അത് മൂടി വെച്ച് ഒരാവി ആയതിൻ്റെ ശേഷം ഒന്നെടുത്തിട്ട് നമ്മൾ അടിയിലുള്ള തേങ്ങയൊക്കെ ഒന്ന് മുളക്ക് നല്ല വെളിച്ചെണ്ണയിൽ കിടന്ന് മൊരിഞ്ഞിട്ടുണ്ടാവും. തേങ്ങയൊക്കെ ആ സവാളൊക്കെ ഒന്ന് മേലൊക്കെ ആക്കിയിട്ട് നല്ല വഴറ്റി കൊടുക്കുക. അടുപ്പുള്ളവർ പരമാവധി അടുപ്പത്ത് വെക്കുക നല്ലത്. എന്താ വെച്ചാൽ ഇത് എത്ര അതിനനുസരിച്ച് ടേസ്റ്റ് കൂടും. ആ വെള്ളം അതിൻ്റെ ഈർപ്പൊക്കെ പോകുമ്പോൾ നല്ല ടേസ്റ്റ് കിട്ടും. അപ്പോൾ ഇതാണ് നമ്മളെ തോരൻ.